ഇപ്പോൾ നിലവിൽ നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ റിവ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റിവ്യൂ കാരണം ഒരു മലയാള സിനിമ അല്ലെങ്കിൽ സിനിമാ മേഖല തന്നെ ഇല്ലാതാവും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നല്ല സിനിമ ആണെങ്കിൽ തിയേറ്ററിൽ ജനം കാണും, മോശം സിനിമ കാണില്ല. ഒന്നാമതൊരു സിനിമ കാണാൻ പോകുന്ന റിവ്യൂ കണ്ടിട്ടൊന്നും ആണെന്ന് പറയാൻ പറ്റില്ല. റിവ്യൂ കണ്ടിട്ട് പോകുന്നവരുണ്ടാകാം. ശരിക്കും അല്ല, റിവ്യൂ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യണേ. അല്ലാതെ ഇപ്പം ഞാൻ സിനിമ കാണണമെന്ന് എൻ്റെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവ്സോ അവർ കണ്ടിട്ട് അവരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കും. കൊള്ളാവുന്ന സിനിമയാണെന്നുള്ള ധാരണയോടുകൂടി തന്നെ ഞാൻ പോകാറ്, എന്നെ സംബന്ധിച്ചോളം. അങ്ങനെയാണ് മിക്കവാറും പേരൊക്കെ അങ്ങനെ തന്നെ. ഒന്നാമത് സാധാരണക്കാരനെ സംബന്ധിച്ചോളം തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് എക്സ്പെൻസീവാണ്, എസ്പെഷ്യലി ഫാമിലിയായിട്ട് പോകുമ്പോൾ. അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ടൊക്കെയല്ലേ പോവുള്ളൂ. പിന്നെ റിവ്യൂ അവരൊന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം റിവ്യൂ അവരുടെ ജോലി ചെയ്യുന്നു. ഒരു മോശം റിവ്യൂ പറഞ്ഞിട്ട് ഒരു സിനിമയെ നശിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര മോശം പറഞ്ഞാലും സിനിമ കണ്ടുവരും എന്നിട്ട് നല്ല സിനിമ ആണെന്ന് പറഞ്ഞാൽ കാണാൻ പോകില്ലേ. പിന്നെ റിവ്യൂ പറഞ്ഞാൽ എന്താ കാര്യമില്ലെന്ന് പറഞ്ഞാൽ അവരവരുടെ ജോലി ചെയ്തോട്ടല്ല, അവർക്കെതിരെ അല്ല. അതുകൊണ്ട് സിനിമയ്ക്കൊന്നും സംഭവിക്കാൻ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ തോന്നല കേട്ടോ, എനിക്കങ്ങനെ തോന്നുന്നില്ല സിനിമയ്ക്ക് സംഭവിക്കുന്നു. ഒരു മോശം സിനിമ റിവ്യൂ പറഞ്ഞിട്ട് നല്ലതാക്കാൻ പറ്റുമോ? ഒരു നല്ല സിനിമ റിവ്യൂ പറഞ്ഞിട്ട് മോശമാക്കാനൊന്നും പറ്റില്ല. ജനം പോയി കണ്ടിരിക്കും നല്ല സിനിമ. ഇപ്പോൾ കാതൽ സിനിമ ഞാനൊരു റിവ്യൂ കണ്ടതേ, കാതൽ സിനിമ ഞാനൊരു റിവ്യൂ ആരുടെയെന്ന് ഉറങ്ങാണ്ടത് മോശമായിട്ട് കേട്ടെ. കാതൽ പറഞ്ഞ കേൾക്കണ്ട, ഒരു എക്സ്പ്രഷൻ അല്ല മോശം. ഞാനിപ്പോൾ ഏത് റിവ്യൂ ആരാ പറഞ്ഞതെന്ന് ഓർക്കണില്ല. ഒരു റിവ്യൂ കേട്ടത് കാതൽ സിനിമ മമ്മൂക്കയുടെ. ആ സിനിമ അത്ര നല്ല സിനിമയല്ല എന്നുള്ള റിവ്യൂ ആണ് ഞാൻ കേട്ടത്. ഞാൻ ആ സിനിമ പോയി കണ്ടു, എൻ്റെ ഭാര്യയോടെ പോയി കണ്ടേ. നല്ല സിനിമ. ഞാൻ മാത്രമല്ല, ആ സിനിമ ഏറ്റെടുത്ത് ചെയ്യണം. തിയേറ്ററിൽ നല്ല കളക്ഷനായി. പിന്നെ റിവ്യൂ പറഞ്ഞ എന്താ കാര്യമുള്ളത്? റിവ്യൂ അവർ പറഞ്ഞോട്ടെ, അതാ അവരുടെ ജോലി. പിന്നെ ഒരു സിനിമയെ ഇറങ്ങുമ്പോൾ സിനിമ കാണാതെ റിവ്യൂ പറയാൻ നിൽക്കരുത്, അത് തെറ്റാണ്. കാരണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വ്യവസായമാണ്, ഒരുപാട് പേര് ഇതുകൊണ്ട് ജീവിക്കാനാണ്, അവിടെ കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നതാണ്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടൊക്കെ വെറുതെ കാണാതെ കയറിയിട്ട് മോശമാണെന്നും പറയരുത്, അത് തെറ്റാ. സിനിമ കണ്ടിട്ട് ഓരോരുത്തർക്ക് അഭിപ്രായം പറയാൻ അവർക്ക് അവകാശമില്ലേ. അല്ല, പിന്നെ ഇതിൽ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ പൈസ മേടിച്ചിട്ട് മനഃപൂർവ്വം ഒരു സിനിമേനെ നശിപ്പിക്കാൻ. അങ്ങനെ ഒരു നല്ല സിനിമക്ക് എതിരെ പറയാൻ വേണ്ടി പൈസ മേടിച്ചിട്ട് പറഞ്ഞാലും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ മോശമാണ് സിനിമ. സിനിമ മോശമില്ലല്ലോ. പോയി സിനിമ കണ്ടിട്ട് 10 പേര് എന്ന് പറയണം നല്ല സിനിമയാണെന്ന് പറഞ്ഞാൽ അവർ പോലും. ഇപ്പോൾ മുകേഷ് സിനിമ കളിക്കുന്നുണ്ട്, വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാവുന്നത്. ആ സിനിമ നല്ല അഭിപ്രായം, ഞാൻ കാണാൻ വേണ്ടിയിരിക്കുകയാണ്. കണ്ട ഇല്ല, കാണണം. നല്ല അഭിപ്രായമല്ലേ? നല്ല അഭിപ്രായമാണ്. അതാണ് അത്രേ ഉള്ളൂ. സിനിമ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, സംഭവിക്കണില്ല. ലാലേട്ടൻ പറഞ്ഞോട്ട്. അതെ. ഇപ്പോൾ ഏകദേശം 30 വർഷത്തോളം കാലമായി മേഖലയിൽ വന്നിട്ട് ഇനി ഇപ്പോൾ ആക്ടിങ് അല്ലാതെ ഡയറക്ഷൻ ഇല്ല. തൽക്കാലം ഇങ്ങനെ പോട്ടെ, ഇങ്ങനെ പോയാൽ മതി. അതൊക്കെ അറിയാവുന്ന ഒരുപാട് പേരില്ല ഇവിടെ. എന്നാൽ ഡയറക്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, വലിയ ടെൻഷനും. കഥ എഴുതണമെന്നോ അങ്ങനെ എന്തെങ്കിലും? കഥ എഴുതണമെന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ത്രെഡൊക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. നല്ലതാണ്. എന്നെ അമ്മയത്തോളം ഞാനൊരു ആക്ടറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇഷ്ടം. ഇങ്ങനെ കഥ പറഞ്ഞ് ഏതെങ്കിലും വർക്കൊക്കെ നടന്നിട്ടുണ്ടോ? ഇപ്പം ചില ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. സിനിമ ആകുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. സൗഹൃദത്തിലുള്ള ചില കാര്യങ്ങൾ. പിന്നെ നമുക്കൊരു കഥ പറയുമ്പോൾ സജഷൻസ് ഒക്കെ പറയാമല്ലോ. നല്ല സജഷൻസ് പറയാം, അവർക്ക് ഇഷ്ടപ്പെട്ട അംഗീകരിക്കാം. എല്ലാ സിനിമയിലും അങ്ങനെ സജഷൻസ് സൗഹൃദത്തിൽപ്പെട്ട സിനിമയുടെ ചർച്ചയിലിരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ പറഞ്ഞ കേൾവിക്കാരന് ഇഷ്ടമുള്ളവരായിരിക്കണം, അല്ല വെറുതെ വീട്ടിലോട്ട് കയറി പറയണ മര്യാദ അല്ല. അതെന്തായാലും നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങാണ്, ഒരു ഗംഭീര വിജയമാവട്ടെ. താങ്കൾക്ക് എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? എനിക്കത് തന്നെ പറയാനുള്ളത്, പടം വിജയിപ്പിക്കണം. നമ്മളെ ഏത് സിനിമ ആയാലും, എസ്പെഷ്യലി നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള സിനിമ വൻ വിജയം വന്നതാണ് നമുക്ക് ആഗ്രഹം. അപ്പോൾ ഈ ആദിപേക്ഷത് കുറേ നാളുകൾക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അത് നിങ്ങൾ കാണുക, ഇഷ്ടപ്പെട്ടാൽ എല്ലാവരോടും പറയുക, കൂടുതൽ തിയേറ്ററിലോട്ട് ആളെ കയറ്റുക, സിനിമ വിജയിപ്പിക്കുക. അല്ലേ? ഇത്രയും സമയം നമ്മുടെ കൂടെ സഹായിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.